8ൻ്റെ അല്ല, നമുക്ക് 16ൻ്റെ പണിയിട്ട് ഒരു വർക്ക് ചെയ്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഒരു ഈവനിങ് ടൈമിൽ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നാളെ ഒരു കാർബോക്കറ്റ് ചെയ്ത് തരുമെന്ന്. എനിക്കാണെങ്കിൽ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ കുറച്ചുകൂടി താല്പര്യമില്ല കൂട്ടത്തില്ല. ഞാനാണെങ്കിൽ ഇതൊരു കാർബോക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ കൺഫേം ചെയ്ത്. ബട്ട് പ്രശ്നമൊന്നുമല്ല, സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന നേരത്താണ് എന്നോട് പറയുന്നത് നാളെ ഹർത്താലാണ്. അപ്പോൾ കസ്റ്റമർ എനിക്ക് വിളിക്കുന്നത് ട്യൂസ്ഡേ ഈവനിങ് 7 മണിക്കും മാരേജ് വരുന്നത് തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ വെനസ്ഡേ ഒരു ഈവനിങ് സാധനം വേണമെന്ന് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ബ്രദറിനെ പറഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സും വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് കാർബോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ലീവ്സും ഫ്ലവേഴ്സും വേണമെന്നുള്ളതിൻ്റെ കൗണ്ടിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഊഹം വെച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് സാധനം ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ കയ്യിലുള്ള ഫ്ലവേഴ്സും നമ്മൾ വാങ്ങിയ ഫ്ലവേഴ്സും കൂടെ കൂട്ടിയാലും ഇത് ഫില്ലാവില്ല എന്നുള്ള കാര്യം. ഇത് വെനസ്ഡേ ഈവനിങ് കൊടുക്കാനുള്ള വർക്ക് ആയിരുന്നു. പിറ്റേന്ന് 8 മണിക്ക് മുമ്പായിട്ടാണ് നിക്കാഹിന് പോകും. അപ്പോൾ അതിന് മുമ്പ് കാറിൽ വെക്കാനുള്ള വക്കറ്റ് ആയിരുന്നു. കസ്റ്റമറിൻ്റെ ഫ്രണ്ട് ആവുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു നാളെ മോർണിംഗ് പോകുന്നതിന് മുമ്പായിട്ട് കൊറിയർ അയക്കാം. വക്കറ്റ് ഫില്ല് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനോ ഒന്നും ഹർത്താലാവുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ആ ടൈമിൻ്റെ ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ നാളെ കൊറിയർ അയക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയും ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. ആ ഒരു ഹോപ്പും വെച്ച് മോർണിംഗ് നമ്മൾ ഒരു 6 മണിക്ക് തന്നെ സാധനം ബോക്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങി. ഈ ടൈം എനിക്ക് ഷോപ്പ് തുറക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാവുമോ എന്നതിനെ പറ്റിയൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായി എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.